ജനങ്ങളുടെ ഒരു വിജയമായി കാണാം. എങ്കിലും PWD ഈ കാര്യം ദേശീയപാത വികസനം ഏകദേശം 600 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ള ദേശീയപാത വികസനം ഏറ്റെടുത്ത് ചെയ്യുന്നു. നല്ല കാര്യം. BOT കമ്പനികൾ ഈ കാര്യത്തിലേക്ക് വരുന്നില്ല. പകരം PWD നിർമ്മിക്കും, ടോൾ അവർ തന്നെ പിരിക്കും. ഇതിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുമോ? സ്വകാര്യ കുത്തകയ്ക്ക് പകരം സർക്കാർ കുത്തക. അത്തരമൊരവസ്ഥയിലേക്ക് ഈ പദ്ധതി നീങ്ങാൻ സാധ്യതയുണ്ടോ? ഇതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കേരള ഗവൺമെന്റിന്റെ PWD വകുപ്പിന് ഈ ഒരു ദേശീയ പാത ഏറ്റെടുത്ത് നിർവഹിക്കാൻ നിലവിലുള്ള അവസ്ഥയിൽ സാധിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഷൊർണൂർ-പാലക്കാട് ഹൈവേ. ഷൊർണൂർ-പാലക്കാട് ഹൈവേ എന്ന് പറയുന്നത് വളരെ ചെറിയ 10-70 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു റോഡാണ്. ആ റോഡ് പോലും PWDക്ക് നേരിട്ട് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അതൊരു മലേഷ്യൻ കമ്പനിക്കാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഥവാ ദേശീയപാത കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു BOT അല്ലെങ്കിൽ വേറെ ഏതോ അർത്ഥത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് അത് കൊടുത്തുകൊണ്ട് നിലവിലുള്ള അവസ്ഥയിൽ കേരള ഗവൺമെന്റിന് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയൂ. അതല്ലാതെ കേരള ഗവൺമെന്റിനോ PWDക്ക് നിലവിലുള്ള സംവിധാനങ്ങളോ വെച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ദേശീയപാത അതോറിറ്റി BOT അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന അതിന്റെ മറ്റൊരു രൂപത്തിലേക്ക് ഇത് മാറുക എന്നല്ലാതെ BOT ഒഴിവാക്കാനോ ടോൾ ഒഴിവാക്കാനോ നിലവിൽ കേരള ഗവൺമെന്റിന് സാധിക്കുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കരുതാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരള ഗവൺമെന്റ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് BOTയും ടോളും ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള UDF ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ കേരളത്തിലുള്ള ജനങ്ങൾ വളരെ പ്രശംസനീയമായ തീരുമാനമായി കരുതും. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ശ്രീ ബഷീർ അമ്പലായി, അങ്ങനെ ചെയ്തുകൂടെ? എന്തിന് സർക്കാർ നേരിട്ട് ടോൾ പിരിക്കുന്നു? BOT അടിസ്ഥാനത്തിലല്ലാതെ സർക്കാരിന് നേരിട്ട് ദേശീയപാത നിർമ്മിച്ചുകൂടെ? എന്താണ് അത് സാധ്യമാകാത്തത്? അതൊരിക്കലും സാധ്യമല്ല. ഇതിൽ നിന്ന് ഗവൺമെന്റ് ഈ ഒരു നിലയിൽ മറ്റു രീതിയിൽ ഇതിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതര ഗവൺമെന്റുകളും ഇങ്ങനെ വരുമ്പോൾ അവർ രഹസ്യമായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇതിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിനാണ് ജനങ്ങൾ അതിന്റെ തക്കതായ രീതിയിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങിയതും ആ ഒരു രീതിയിൽ ഈ സമരം വിജയിപ്പിച്ചതും. ഇത് ജനങ്ങളുടെ വിജയമായി എനിക്ക് തോന്നുന്നത് ഈ ദേശീയ ഹൈവേയിലുള്ള ഈ സാധാരണ ജനങ്ങളുടെ മുഖ്യ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ BOT ലൈനിൽ നിന്ന് ഇത് മാറി തിരിയാൻ കാരണവും ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ബഷീർ അമ്പലായി. ശ്രീ ബഷീർ അമ്പലായി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. BOT ഒഴിവാക്കി, സ്വകാര്യ കമ്പനികൾ ഒഴിവാക്കി ദേശീയപാത നിർമ്മാണം PWD സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പൊതുജനങ്ങളുടെ കൂട്ടായ്മയുടെ സമരഫലത്തിന്റെ ഒരു വിജയമായി തന്നെ ഇതിനെ കാണാമെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടായി. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. PWDക്ക് ഇത്ര വലിയൊരു പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്താൻ ആകുമോ എന്ന്. നിലവിലെ അവസ്ഥയിൽ തന്നെ ഇഴയുന്ന PWDക്ക് ഇത്രയും വലിയൊരു പ്രൊജക്ട് ഏറ്റെടുത്തുമ്പോൾ അത് എങ്ങനെ പൂർത്തീകരിക്കാമെന്ന സംശയങ്ങളും ചർച്ചയിൽ ഉടനീളം ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷേ അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താനായുമില്ല. ഒരുപക്ഷെ സർക്കാരിന്റെ കയ്യിൽ ഇതിനുള്ള ഉത്തരമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ നമുക്കത് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ, ഒരു പതിറ്റാണ്ടിനുള്ളിലെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം.